ഹലോ നമസ്കാരം. വീക്ക്ലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ചെറിയൊരു കറക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ വരുമോ, അതോ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സൽ ഉണ്ടാകുമോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് മാർക്കറ്റിൽ. ഇതിന് പല റീസൺസും ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയർപേഴ്സണെതിരെ വരുന്ന അലിഗേഷൻ, അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റ്, അതൊരു റീസണാണ്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, വീക്കായിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റ് ഡാറ്റകൾ ഇന്ത്യൻ മാർക്കറ്റിനെ ചെറിയ രീതിയിലെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു 2% അടുത്ത് കറക്റ്റ് ചെയ്തു. മിഡ് ക്യാപ്പ് ആണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അവിടെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു കറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഒരു 2% അടുത്ത് മിഡ് ക്യാപ്പ് നിഫ്റ്റിയും താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു അൺസർട്ടനിറ്റി, മാർക്കറ്റിൽ നിലവിലുള്ള ഈ ഒരു അൺസർട്ടനിറ്റി അതിനൊരു ആൻസർ ഉണ്ടാവുന്ന വരെ, വ്യക്തമായിട്ടൊരു ആൻസർ ഉണ്ടാവുന്നത് വരെ ഈ ഒരു വോളറ്റൈൽ മൂവ്മെൻറ്റ്സ്, ഈ ഒരു സെപ്റ്റംബർ മന്തിലടക്കം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുപോലുള്ളൊരു വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് ആണ്. കൃത്യമായിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് മൂവ് എക്സ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ബെയറിഷ് മൂവ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സൈഡ് വൈസ് ആയിട്ടുള്ള മൂവും ക്വിക്കായിട്ടുള്ള ഫാളുകളും റിക്കവറികളും എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു മന്തിലേക്കുള്ള വ്യൂ ആണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കറക്ഷൻസ് നെക്സ്റ്റ് വീക്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിവേ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മളെ വാച്ച് ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് KEC ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. അപ്പോൾ KEC ലിമിറ്റഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ, പലപ്പോഴായിട്ട് ആ സ്റ്റോക്ക് ആ ഒരു ഏരിയനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു ബിൽഡപ്പ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഔട്ടാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനെ ബ്രേക്ക് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ടാർഗറ്റിൻ്റെ ഏരിയയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത്. ഏകദേശം ഒരു 8%ഓളം നമ്മുടെ ലെവലിൽ നിന്ന്, ലൊക്കേഷനിൽ നിന്ന് സ്റ്റോക്ക് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ദിവസം അല്ലെങ്കിൽ ഫ്രൈഡേ ആണ് നല്ല രീതിയിലൊരു കറക്ഷൻ മാർക്കറ്റിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡേ ആണ് നല്ല രീതിയിലൊരു കറക്ഷൻ കണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞാൽ 1040 എന്ന് പറയുന്ന ലെവൽ, നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം താഴേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്യുക. ഈ ഒരു ലെവലിൽ നിന്ന് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം. അതല്ല ഈ ഒരു ലെവലിനെ എഗെയിൻ ടെസ്റ്റ് ചെയ്ത്, ബ്രേക്ക് ഔട്ട് ലെവലിനെ എഗെയിൻ ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ പോസിറ്റീവായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ലൊക്കേഷനിൽ എൻട്രി ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു ഏരിയയിലേക്ക് വന്ന് 970 വന്ന് തിരിച്ചു പോകുന്നൊരു ട്രേഡാണെങ്കിൽ എനിവേ ബെറ്റർ. പക്ഷേ ഞാൻ പറയേണ്ടത് മാർക്കറ്റിൽ അൺസർട്ടനിറ്റിയാണ്. നമ്മൾ എടുക്കുന്ന പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒക്കെ ഇതിനെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ റിസ്കിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് GSPL നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. 400 to 420 ഇടയിൽ സ്റ്റോക്കിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഫീസിബിൾ ആയിട്ടുള്ള എൻട്രി പോയിന്റ് അതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ നിന്ന് സ്റ്റോക്ക് 420 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 450 ഓൾമോസ്റ്റ് ഒരു 12% അപ്സൈഡാണ് ഒരൊറ്റ ആഴ്ച കൊണ്ട് സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. എഗെയിൻ അവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് നമ്മൾ കാണുന്നത്. ഇനി അപ്പർ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ 470 ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരുപാട് കാലം അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് ലീവ് ചെയ്യാം. അതല്ല ഇനി തിരിച്ച് ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന എൻട്രീസൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ADSL ലാസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിട്ടേൺസ് നൽകിയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ADSL ആണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ADSL എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എൻട്രി ലെവൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് റീടെസ്റ്റിന് വരികയാണെങ്കിൽ 250 to 60 അകത്ത് വരികയാണെങ്കിൽ ഏകദേശം ആ ഒരു ലെവലിന് 59 അല്ലെങ്കിൽ 60 എന്ന് പറയുന്ന ലൊക്കേഷനിൽ വന്നു. അവിടെ നിന്നൊരു 2 ദിവസം കൊണ്ട് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത് 22% മുകളിലാണ്. അതായത് 22% മുകളിലാണ് ഈ 2 ദിവസം കൊണ്ട് സ്റ്റോക്ക് തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് ലെവലുകൾ മീറ്റ് ചെയ്തു. ഇപ്പോൾ 300 മുകളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫർദർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ലെവലിൽ ബുക്ക് ചെയ്യുക. ഇനി ഒരു ഫ്രഷ് എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ലാസ്റ്റ് വന്ന ഹൈ കട്ട് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഞാനൊരു ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു റീടെസ്റ്റ് വന്നാൽ പോലും ഞാൻ ചിലപ്പോൾ എൻട്രി എടുക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് PNB ഹൗസിംഗ് ഏകദേശം ഒരു 970 ആ ഒരു റേഞ്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാം. അവിടെ നിന്ന് സ്റ്റോക്ക് ഓൾമോസ്റ്റ് മൂവ് ചെയ്തിട്ടുള്ളത് 1110 120 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ്. അപ്പോൾ നമ്മളൊരു ലെവലിൽ നിന്ന് എൻട്രി ചെയ്ത ലൊക്കേഷനിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം ഒരു 15% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞിട്ട് 2 പൊട്ടൻഷ്യൽ ഏരിയകൾ പറയുന്നുണ്ട്. ഒന്ന് ബ്രേക്ക് ഔട്ട് ലെവലും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിങ് വരുന്ന ലെവൽ. ഇപ്പോൾ ഈ 2 ലെവലിൽ എൻട്രി എടുക്കുമ്പോൾ റിസ്കിന് മാത്രമാണ് മാറ്റം വരുന്നത്. സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നുള്ളത് തന്നെയാണ് നമ്മുടെ വ്യൂ. അതായത് പൊട്ടൻഷ്യൽ നല്ല പ്രോബബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ തന്നെയാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എവിടെ എൻ്റർ ചെയ്യണം, അതിന് 2 ലൊക്കേഷൻസ് പലപ്പോഴായിട്ട് ഞാൻ 2 ലൊക്കേഷൻ പറയുന്നത് നിങ്ങളുടെ റിസ്ക് ഏറ്റവും കുറഞ്ഞൊരു ലെവലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റിസ്കി ഗെയിം എടുക്കുന്ന ഒരു ലെവലുണ്ട്. ഈ 2 ലെവലുകളും പറയുന്നതിൻ്റെ വ്യത്യാസം
ഫിഗേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന സ്റ്റോപ്പ് ലോസിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാത്രം ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യുക. നിങ്ങൾ അഗ്രസീവായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നിങ്ങൾ ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞതിൽ നെറ്റ് വെബ് ടെക് ഏകദേശം ആ ഒരു ലെവലിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ അതിനുശേഷം കണ്ടിന്യൂസ്ലി ആ ഒരു സ്റ്റോക്ക് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ മാത്രമാണ് നമുക്കൊരു വീക്ക് പെർഫോമൻസ് കിട്ടുന്നത്. എനിവേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ലെവൽ, അതായത് ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ഹൈ വന്നതിൻ്റെ ലോ കട്ട് ചെയ്യുന്നത് വരെ നമുക്കിത് ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് മാത്രം ഇത് ഹോൾഡ് ചെയ്യുക. എഗെയിൻ ഈ ഒരു ലെവലിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ഹിറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് മാത്രം ഈ ഒരു സ്റ്റോക്ക് റൺ ചെയ്യാം. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളാണ് നോക്കുന്നത്. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സിനർജി ഗ്രീൻ ലിമിറ്റഡ്. അതിൻ്റെ സിമ്പൽ വരുന്നത് SGIL. SGIL തന്നെയാണ്. സിനർജി ഗ്രീൻ ലിമിറ്റഡ്, ഗ്രീൻ ഇൻഡസ്ട്രീസ്, SGIL. അപ്പോൾ SGIL ഈ ഒരു സ്റ്റോക്കിൽ നമ്മളെ ലൊക്കേഷൻ, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ലൊക്കേഷനായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് 430 to 40 ഇടയിലാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലൊക്കേഷൻ എത്തുന്ന സമയത്ത് സ്റ്റോക്ക് റിജക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ, അതായത് ഫ്രൈഡേ നല്ലൊരു ബ്രേക്ക് സംഭവിച്ചു. പക്ഷേ ക്ലോസിങ് ആ ലെവലിൻ്റെ എബവ് അല്ല, പക്ഷെ നല്ല രീതിയിലൊരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് കൂടി ഒന്ന് മാറ്റുകയാണ്. 1 hourലേക്ക് മാറ്റുന്ന സമയത്ത് സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ 1 hourൻ്റെ മുകളിൽ അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കൺസോൾട്ടേഷൻ ആണ്, ബ്രേക്ക്ഔട്ട് ലൊക്കേഷൻ്റെ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ലെവലിൻ്റെ അവിടെയുള്ള കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ള ക്യാൻഡിലിൻ്റെ എബോ, അതായത് 439 അല്ലെങ്കിൽ 438 ഈ ഒരു ലൊക്കേഷൻ്റെ എബോ, 439 എബോ സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാം. നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. ഒന്ന് ആ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൻ്റെ താഴെ കീപ്പ് ചെയ്യാം, കുറച്ച് അഗ്രസീവ് മോഡാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി താഴ്ത്തിയിട്ട് ഒരു 400 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 470 ലാസ്റ്റ് വന്നുള്ള ഹൈ. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 500, 520 എന്ന ലെവലുകളാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇതൊരു ഷോർട്ട് ടൈം എൻട്രി ആണ്, 1 to 3 monthsൻ്റെയൊക്കെയാണ് നമ്മൾ ഹോൾഡിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ ഹയർ പ്രോബബിലിറ്റി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു വീക്ക് കൊണ്ടാവാം, ചിലപ്പോൾ 2 ആഴ്ച കൊണ്ടാവാം, ചിലപ്പോൾ 3 ആഴ്ച കൊണ്ടാവാം. നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രി ചെയ്തതിന് ശേഷം പേഷ്യൻ്റോടുകൂടി ഹോൾഡ് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ലൈക്ക ലാബ്സിലൊക്കെ ഒരുപാട് പേര് എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതെന്ത് ചെയ്യണം. നത്തിങ്, ഒന്നുമില്ല. നമ്മൾ എൻട്രി ലെവലിൽ നിന്ന് ഒന്നെങ്കിൽ അത് ബ്രേക്ക്ഔട്ട് തന്ന ലെവലിൽ നിന്ന് ടാർഗറ്റ്, അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. ഒരുപാട് കാലം അവിടെ 3 ആഴ്ച 5 ആഴ്ചക്ക് മുകളിൽ ആ ഒരു ലെവലിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യാനുള്ളൊരു ടൈം അല്ലെങ്കിൽ സ്പേസ് സ്റ്റോക്കിന് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് കൊപ്രാൻ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ സിമ്പിൾ വരുന്നത് കൊപ്രാൻ ലിമിറ്റഡ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മളെ എൻട്രി ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു സേഫ് ആയിട്ടുള്ളൊരു എൻട്രി അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ളൊരു എൻട്രി ഉണ്ട്, സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു നിൽക്കുന്ന ലൊക്കേഷനിൽ 320 to 30 ഇടയിൽ നമുക്ക് എൻട്രി ചെയ്യാം. നമ്മൾ സ്റ്റോപ്പായിട്ട് കീപ്പ് ചെയ്യുന്നത് 290 താഴെയാണ്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, സ്റ്റോക്ക് സപ്ലൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ 375 ആ ഒരു ലെവൽ. 410, 430 എന്ന് പറയുന്ന ലെവലുകളാണ് നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് 375 വരും. പിന്നെ നമുക്ക് 410 അല്ലെങ്കിൽ 430 എന്ന് പറയുന്ന ലൊക്കേഷൻസാണ് നമ്മൾ ടാർഗറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നോക്കാം, ഈ ഒരു ബ്രേക്ക്ഔട്ട് പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോയും കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റോപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഇറങ്ങുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സുഖജിത്ത് സ്റ്റാർ ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 543. അപ്പോൾ നമ്മൾ 550 എബോ, 550 അല്ലെങ്കിൽ 550 എബോ ആണ് നമ്മൾ എൻട്രി പ്ലേസ് വരുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ശരിക്കും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ 580 ആണ്. 590 അല്ലെങ്കിൽ 600 എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഹൈ നമ്മളെ സെക്കൻഡ് ടാർഗറ്റ്. നമ്മളൊരു ഫൈനൽ ടാർഗറ്റായിട്ട് 600 എബോവ് ഇത് പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സ്റ്റോക്കിൻ്റെ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ അല്ലെങ്കിൽ റിവേഴ്സൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഓൾറെഡി സ്റ്റോക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നു. ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും സ്റ്റോക്ക് ആ ഒരു ലോനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പലപ്പോഴായിട്ട് അവിടെ നിന്ന്
തിരിച്ച് കയറുന്നു. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ബിൽഡപ്പാണ് കാണുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം വലിയ ബിഗറായിട്ടുള്ള മൂവുകൾ നമ്മൾ ഒരുപാട് കണ്ടു, ഈ റിവേഴ്സൽ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകൾ. അതുകൊണ്ടാണ് നമ്മൾ 600 മുകളിലും സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഡിപ്പെൻസ്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. എല്ലാ സ്റ്റോക്കും പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക, പൊസിഷൻ സൈസിങ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ഓസ്വാൾ അഗ്രോ മിൽസ്. ഓസ്വാൾ അഗ്രോ മിൽസ്, ഈ ഒരു സ്റ്റോക്കിൻ്റെ സിമ്പിൾ വരുന്നത് ഓസ്വാൾ അഗ്രോ എന്നാണ്. ഈ ഓസ്വാൾ അഗ്രോ മിൽസ് ഏകദേശം നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം ലോങ് കൺസോൾട്ടേഷൻ ആണ് നമ്മൾ കാണുന്നത്. പലപ്പോഴായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ ലൊക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ള ഹൈയിൽ തന്നെയാണ് ഈ കൺസോൾട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ 66ൻ്റെ അബോവ് നമുക്ക് കയറാം. സേഫ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് 69ആണ്. പക്ഷേ ഞാൻ 66ൻ്റെ മുകളിൽ തന്നെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ സ്റ്റോപ്പ് വരുന്നത് 58-ന് താഴെയാണ്. 57.8, 58 എന്ന് പറയുന്ന ലൊക്കേഷന് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 73, സെക്കൻഡ് ടാർഗറ്റായിട്ട് 80, 84 ഈ ലെവലുകളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബുള്ളിഷ്നെസ് ഈ ഒരു സ്റ്റോക്കിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പലപ്പോഴായിട്ട് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ആദ്യം കീപ്പ് ചെയ്ത ലോയിലാണ് വന്ന് നിൽക്കാറ്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് റിജക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് ഇപ്പോൾ ലാസ്റ്റ് വന്നുള്ള ക്യാൻഡിലൊക്കെ നല്ലൊരു ബിൽഡപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, പോസിബിലിറ്റിയും പ്രോബബിലിറ്റിയും മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, മാർക്കറ്റ് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ സേഫായിട്ടുള്ള എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം മാത്രം എടുക്കുക, അതായത് 69 അബോവ് മാത്രം കൺസിഡർ ചെയ്യുക. റിസ്കി പ്ലേയേഴ്സ് മാത്രം എന്ത് ചെയ്യുക, 66 കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് NEC ലൈഫ്. NEC ലൈഫ് എന്ന് പറയുന്ന കമ്പനിയാണ്. NEC ലൈഫിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബ്രേക്ക് ഔട്ടാണ് നടന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലിയിലാണെന്നുണ്ടെങ്കിലും വീക്കിലിയിലാണെന്നുണ്ടെങ്കിലും ബ്രേക്ക് ഔട്ട് ലെവൽ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു റീടെസ്റ്റിന് ശേഷമുള്ള എൻട്രിയാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ADSL ഇതിലൊക്കെ കണ്ടതുപോലെ ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് നടത്തുക, അതായത് ഒരു 48 to 50 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 55, 59 എന്ന് പറയുന്ന ലെവലുകളാണ്. ഏറ്റവും ബെറ്റർ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ, അതായത് ബ്രേക്ക് ഔട്ട് ലൊക്കേഷനിലേക്ക് തിരിച്ച് റീടെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴാണ്. നമ്മളൊരു സ്റ്റോപ്പ് കീപ്പ് ചെയ്യുന്നത് 44-ന് താഴെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ആ ബ്രേക്കിംഗ് ക്യാൻഡലിൻ്റെ ലോയിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോപ്പ് എന്ന് പറയുന്നത്. 44-ന് ബിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന ട്രേഡിനാണ് ഞാൻ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് എൻട്രി എടുക്കാം, പക്ഷേ റിസ്ക് സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ നമുക്ക് റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഒരു 60 ലെവൽ വരെയൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ നേരത്തെ റിജക്ഷൻ വന്നിട്ടുള്ള ലാസ്റ്റ് ഹൈ പോയിന്റ് വരെയൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതും ഏകദേശം ഒരു റിവേഴ്സൽ ടൈപ്പ് തന്നെയാണ്. മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു ഫോൾ തന്നു, അതിനുശേഷം നല്ലൊരു ബിൽഡപ്പ് നടക്കുന്നു. അഗെയിൻ മാർക്കറ്റ് ആ ഒരു ഹൈയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡിൽ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഓൾറെഡി നമ്മളെ ടെലഗ്രാം കമ്മ്യൂണിറ്റിക്ക് അറിയാം, ഞാനൊരു സജഷൻ അല്ലെങ്കിൽ നമ്മളൊരു റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 500 ഈ ലെവൽ, 500 to 520 ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് 550 ആയിരിക്കും. 570, 590 എന്ന് പറയുന്ന റേഞ്ചുകളിലൊക്കെയാണ് നമ്മൾ ടാർഗറ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ ആ ഒരു ലൊക്കേഷൻ ടാപ്പ് ചെയ്തു, അതിനുശേഷം ഇപ്പോൾ 540 അല്ലെങ്കിൽ 533 സ്റ്റോക്ക് നിൽക്കുന്നത്. എനിക്ക് ഈ 533ൻ്റെ എബോ അല്ലെങ്കിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഹൈൻ്റെ എബോ കയറാം. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ഒരു 520 അഗെയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. ചിലപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്ക് ഇനി വരാൻ സാധ്യതയില്ല. ഒന്നായിട്ടൊരു ബ്രേക്ക് തന്നതിന് ശേഷം നേരെ നമ്മളൊരു 580, 600 എന്ന് പറയുന്ന ലൊക്കേഷൻസാണ് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു താഴത്തുനിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 520 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 550 നമ്മൾ ബുക്ക് ചെയ്യും. സെക്കൻഡ് ടാർഗറ്റ് 580, തേർഡ് ടാർഗറ്റ് നമ്മൾ 600. ഈ ഒരു സ്റ്റോക്കുകളാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് വാച്ച് ചെയ്യുന്നത്. ഇതല്ലാതെ വരുന്നതൊക്കെ നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഫർദർ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ അവിടെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ട്രേഡ് ടിപ്സ് ബൈ SMK. ഇത്രയാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് വരുന്നത്.
അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മളെ വ്യൂ ഇതാണ്, പ്രോബബിലിറ്റിയിലെ സ്റ്റോക്കുകൾ ഇതാണ്. പക്ഷേ നമ്മൾ കൊടുക്കേണ്ട റിസ്ക് അതല്ലെങ്കിൽ നമ്മൾ പമ്പ് ചെയ്യേണ്ട മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യേണ്ട മണി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു അൺസർട്ടനിറ്റി, മാർക്കറ്റിലുള്ള ഒരു അൺസർട്ടനിറ്റി വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുക. പ്രോപ്പറായുള്ള ഡയറക്ഷണൽ മൂവ്മെൻറ്റ്സിനേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ ഇപ്പോൾ പാനിക് വരും, ആളുകൾ സെല്ല് ചെയ്യൽ തുടങ്ങും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചിലപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ട്രെൻഡിങ് മൂവ് ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അവർ ലീവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇനി വരുന്ന മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. ഈ പറയുന്ന എല്ലാ സ്റ്റോക്കിലും എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ഡൈവേഴ്സിഫൈ ചെയ്യുക. എൻട്രി ചെയ്യുകയാണെങ്കിൽ സിംഗിൾ സ്റ്റോക്കിൽ ഇടുന്നത് എപ്പോഴും നിങ്ങൾക്ക് റിസ്ക് ആണ് ഉണ്ടാകുന്നത്. ഒരുപാട് പേര് സ്ക്രീൻഷോട്ടുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അവരുടെ ക്യാപിറ്റലിൻ്റെ ഒരു 80-90% ഒരൊറ്റ സ്റ്റോക്കിൽ മാത്രം, ബാക്കി 3-4 സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എൻട്രി ചെയ്ത സ്റ്റോക്ക് മാത്രം പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കയ്യിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാനാണ് നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എൻറ്റയർ മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എനിവേ, താങ്ക് യു.